അവിടെ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ആയതുകൊണ്ട് നളചരിതം അവിടെ പ്രത്യേകമായിട്ട് ചൊല്ലിയാടിക്കാറുണ്ടോ? നളചരിതം പ്രത്യേകമായിട്ട് അങ്ങനെ ചൊല്ലിയാടിക്കാറില്ല. ഇനിയിപ്പോൾ അവിടെ കാരണം ഇപ്പോൾ വേഷം കെട്ടുകയാണെങ്കിൽ ഇപ്പോൾ ആശാന്മാരൊക്കെ ആവുമല്ലോ. അപ്പോൾ ഈ കൂട്ടുവേഷം അന്നിപ്പോൾ ആരൊക്കെ വേണ്ടി വരച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചൊല്ലിയാട്ടം. പിന്നെ നളചരിതം 2-ാം ദിവസം 1-ാം ദിവസമൊക്കെ ചൊല്ലിയാടിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് കലാനിലയം ഉണ്ണായി വാര്യർ മഹാകവിയുടെ പേരിലാണെങ്കിൽ കൂടി നളചരിതത്തിന് പ്രത്യേക ഒരു ചൊല്ലിയാട്ടങ്ങളോ കാര്യങ്ങളോ കൂടുതൽ അതിന് സമയം കൊടുത്ത് അങ്ങനെയല്ല. സാധാരണ ചൊല്ലി എന്തെങ്കിലും ആവശ്യം വന്നാൽ നളചരിതം ചൊല്ലിയാടിക്കും. 1-ാം ദിവസം 2-ാം ദിവസം 3, 4 അത്രയൊക്കെ ഉള്ളൂ. അത് മറ്റുള്ള കഥകൾ തന്നെയാണ് കൂടുതൽ ചൊല്ലിയാട്ടം പതിവ്. ഇത് ആവശ്യം വന്നാൽ ചെയ്യും, അത്രയേ ഉള്ളൂ. പഠിച്ചതും ജോലി ചെയ്തൊക്കെ ഒരേ സ്ഥാപനത്തിലാവുന്നത്. ആ പഠിക്കാൻ ചെന്ന സമയത്തുള്ളതും ഇപ്പം നമ്മൾ കാണുന്ന ഉത്സവ രീതി, അതായത് മേളം, ആനകള്, വിവിധ സ്റ്റേജുകളിലെ പരിപാടി, അതൊക്കെ അതേപോലെ തന്നെ ആയിരുന്നു ആ കാലത്തും? അല്ല, ഞാൻ പഠിക്കാൻ ചെന്നിരുന്ന കാലത്തും അധ്യാപകനായ കാലത്തും ഒന്നും അനവധി സ്റ്റേജ് പതിവില്ല. അവിടെ ആകെ ഒരു സ്റ്റേജ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കലാനിലയത്തിന് തൊട്ടപ്പുറത്ത്, കലാനിലയത്തിൻ്റെ വടക്ക് വശത്ത്, ആ പടിഞ്ഞാറ് തെക്ക് മുക്കിലാണല്ലോ അത് വരിക. അവിടെ ആ ഒരു സ്റ്റേജ് മാത്രമേ പതുള്ളൂ. അത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇനി വേറൊരു സ്റ്റേജ് കെട്ടി ഇപ്പോൾ മറ്റേ ആ പറമ്പിൽ അവിടെ ഉണ്ട്. അന്ന് അതൊന്നും പതിവില്ല. അന്ന് വെളുക്കുന്നവരെ കഥകളി, ഒരു മേളം കഴിഞ്ഞേ കഥകളി തുടങ്ങുള്ളൂ രാത്രി. അത് 12:30 ചിലപ്പോൾ 1 മണിയാവും. പിന്നെ പകല് ഓട്ടം തുള്ളൽ, പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. പിന്നെ രാത്രി ഒരു 7 മണി 6-6:30 തുടങ്ങും ഭരതനാട്യം, അങ്ങനെയുള്ള കച്ചേരികൾ അങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ പതിവുള്ളൂ. പിന്നെ അവിടെ ഇപ്പോൾ ഈ കഥകളി, പിന്നെ തായമ്പ മറ്റു കാര്യങ്ങളൊന്നും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പതിവില്ല. പണ്ട് പുറത്തേ പാടുള്ളൂ എന്നാണ്. അതേതൊരു തന്ത്രി ആരോ പറഞ്ഞിട്ടാണോ വെച്ചില്ല, ഉള്ളിൽ തായമ്പ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്ത്രിയല്ലേ പറയണം, അപ്പോൾ ഒക്കെ പുറത്തേക്ക് ആക്കിയതാണ്. ആര് വന്നാലും പുറത്തേ കൊട്ടാറുള്ളൂ. ഇപ്പോൾ പിന്നെ ഉള്ളിലൊക്കെ തുടങ്ങി. ഇപ്പോൾ ആ തന്ത്രി ഇല്ലാത്തതുകൊണ്ടാവാം. മേളൊക്കെ ഉള്ളിൽ കൊട്ടാ, തായമ്പ കൊട്ടിയാൽ ഭ്രഷ്ടാണ്. അല്ല, തന്ത്രിമാർ പറയുമ്പോൾ നമുക്കത് അതിനെ മറികടക്കാൻ പറ്റും. അതാണുള്ളത്, അതുകൊണ്ടായിരിക്കാം. അതിലിപ്പോൾ കഥകളി 7 ദിവസം 8 ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും തിരക്ക് വരുന്ന ദിവസം പട്ടാഭിഷേകത്തിനാണ്. പട്ടാഭിഷേകം. പിന്നെ ഈ അതികേമന്മാരായുള്ള കലാമുള്ള കൃഷ്ണനായരാശാൻ, പിന്നെ ഗോപിയാശാൻ, അങ്ങനെ രാമുട്ടി, അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായുള്ള അധ്യാപകന്മാർ അല്ല ആശാന്മാർ കഥകളിക്ക് പങ്കെടുക്കുന്നുണ്ട്. അവരോടുള്ള താല്പര്യം, അവരുടെ വേഷം കാണാൻ വേണ്ടി പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നു കൂടാറുണ്ട്. പട്ടാഭിഷേകത്തിന് ഇപ്പോൾ എന്താ വെച്ചാൽ ഭക്തി കൊണ്ടുള്ള ആൾക്കാർ വന്നു കൂടണം, ആ അവസാനത്തെ രംഗം കാണുന്നതിന് വേണ്ടി. അതെ, പക്ഷെ അന്ന് നേരത്തെ മുഴുവൻ തിരക്കുണ്ടാവും. തിരക്കുണ്ടാവും. അത് ഇതാണ് വെച്ചാൽ അകലേന്ന ആൾക്കാർ വരുമല്ലോ. അന്നൊക്കെ ഈ ബസ്സിന് വരിക, സ്വന്തം കാറ് വാഹനം അതൊക്കെ കുറവാണ് അന്ന്. അപ്പോൾ ബസ്സിന് കൊല്ലം തിരുവനന്തപുരത്ത് നിന്ന് വരെ ആൾക്കാർ വന്നിട്ട് അവരപ്പോൾ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ കലാലയത്തിൽ വരും. അങ്ങനെ നിറയെ മുമ്പ് ഇപ്പോഴത്തെക്കാളും തിരക്കെന്ന് വേണം. അത് തിരക്ക് പറയാൻ പറ്റില്ല. എല്ലാ വർഷവും കൂടുതൽ തിരക്കാണ് അവിടെ ആ ഒരു കളിക്ക്. അതുപോലെ സർവീസിൽ നിന്ന് പിരിയുന്നത് പ്രിൻസിപ്പാളായിട്ട്. പ്രിൻസിപ്പാളായിട്ട് അത് 2006 ഞാൻ പ്രിൻസിപ്പാളാകാൻ. അപ്പോൾ 2011 ഞാൻ പിരിയേണ്ടി വന്നു. അതങ്ങനെയാണല്ലോ അതിൻ്റെ. അതിനിപ്പോൾ നേരത്തെ പറഞ്ഞ 2006 പ്രിൻസിപ്പാളായത്. അതെ അതെ, 5 വർഷം. അല്ല, 2011 ഞാൻ. പക്ഷെ അപ്പോൾ 2005 ആയെങ്കിൽ കൂടി എനിക്ക് കടലാസ് കിട്ടിയത് 2006. പക്ഷേ പ്രിൻസിപ്പാളായിട്ട് ഞാൻ 2011 വരെ 2005 മുതൽ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനൊരു പേപ്പർ കിട്ടുമല്ലോ. അങ്ങനെ 6 വർഷം. ആ പ്രിൻസിപ്പാളായി അവിടുന്ന് വിരമിക്കുന്ന സമയത്താണ് സഹപ്രവർത്തകരും ആസ്വാദകരും ശിഷ്യന്മാരൊക്കെ പാടെ ഗംഭീരമായിട്ടൊരു ശക്തി പൂർത്തിയാകും. ഉണ്ടായി. ഹരിദാസനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അത് അന്നത്തെ അന്തരീക്ഷം ഒന്ന് പറയൂ. അന്തരീക്ഷം എന്ന് പറയുക വെച്ചാൽ അത് പിന്നെ വീരശൃംഖല എല്ലാവർക്കും തരണം എന്നൊരു നോക്കും. ഞാൻ വീരശൃംഖല തന്നോളൊന്നുമില്ല, നിങ്ങളുടെ എന്നെ ആദരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് നിങ്ങൾക്ക് വീരശൃംഖല, ഞാനന്ന് പ്രസംഗിച്ച കാര്യം വീരശൃംഖല എന്നൊക്കെ പറയുമ്പോൾ രാജ്യഭരണകാലത്താണ് പൊതുവ്. അത് ആ രാജ്യത്ത് ഏറ്റവും പ്രഗത്ഭൻ, ആ ഏത് മേഖലയാണെന്ന് വെച്ചാൽ
അവർക്കാണ് അന്ന് രാജാവ് കൊടുത്തിരുന്നത്. ഇപ്പം എല്ലാവർക്കും വീരശൃംഖല, എനിക്കും വീരശൃംഖല, അതെനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ വെറും നിർബന്ധമാണെങ്കിൽ ഒരു ഹാരം, സ്വർണ്ണഹാരമോ ഇനി എന്തെങ്കിലും ഒരു പൂമാല തന്നാലും എനിക്ക് അത് ഞങ്ങളെ തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആസ്വാദകരും എൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടി എന്നെ നിർബന്ധമായിട്ടും വീരശൃംഖല, നിങ്ങളതിന് യോഗ്യനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അംഗീകരിക്കാനേ പറ്റില്ലല്ലോ. അങ്ങനെ വീരശൃംഖല രംഗത്ത് വന്ന് അന്ന് ഗംഭീര കഥകളി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായി. വീരശൃംഖല മാത്രമല്ല, പിന്നെ വീരശൃംഖല വേണ്ട, ഒരു സ്വർണ്ണഹാരം തന്നാൽ മതി എന്ന് പറഞ്ഞതിന് അവർ എന്ത് ചെയ്തു അറിയോ, ആ സ്വർണ്ണഹാരം കൂടി തന്നു. മറ്റത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും കൂടിയാണ് തരാൻ ഉദ്ദേശം. അതിന് ശിഷ്യന്മാരുടെ നല്ല ശ്രമമുണ്ട്. കൂടുതലായിട്ട് കലാമണ്ഡലം ശിവദാസൻ ആയിരുന്നു അതിൻ്റെ ശ്രമം. നല്ല പിടുത്തം. ഇതിനൊരു ചുമതലക്കാരൻ വേണമല്ലോ. കൊല്ലങ്കോട്. അയാൾ കലാമണ്ഡലത്തിൽ ഇത് നമ്മുടെ ഇപ്പോൾ ഉണ്ണീഷിൻ്റെ ഒക്കെ ശിഷ്യനാണ്. അപ്പോൾ അവിടെ കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ കുഞ്ഞുണ്ണേട്ടൻ്റെ അടുത്ത് പഠിക്കണമെന്നുണ്ട്, കുറച്ചും കൂടി എനിക്ക് കഥകളിക്കുട്ടി. അപ്പോൾ ഞാനാണ് അയാളെ കലാനിലയത്തിലേക്ക് കമ്മിറ്റിക്കാരോട് പറഞ്ഞു വരുത്തിയത്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എന്നോട് സ്നേഹവും, അപ്പോൾ അയാളുടെ ശ്രമം അപ്പോൾ എല്ലാവരെയും സമീപിച്ച് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ആസ്വാദകന്മാരും ശിഷ്യന്മാരും എല്ലാവരും കൂടിയാണ് ഒരു വീരശൃംഖല എനിക്ക് സമ്മാനിച്ചത്. അങ്ങനെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് എത്തിയതിന് ശേഷം ഇവിടെ നാട്ടിൽ സജീവമായിട്ട് കഥകളിക്ക് പോകും. ഇവിടെ വന്നപ്പോൾ പിന്നെ അപ്പോഴേക്ക് നമ്മുടെ രാമകുട്ടിയാശാൻ്റെ മകൻ അപ്പൂട്ടൻ സ്പീക്ക് മേക്കൈ ആ പരിപാടിക്ക് പോയി. പിന്നെ സദനം ബാലകൃഷ്ണേട്ടൻ്റെ ഒപ്പം പോയി. അങ്ങനെ ആ ഒരു 1-2 കൊല്ലം അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോഴാണ് നമ്മുടെ കലാമണ്ഡലം ഉണ്ണീഷൻ നമ്മുടെ കലാനിലയം ബാലൻ്റെ ഷഷ്ടിപൂർത്തി സദനത്തിൽ വെച്ച് നന്നായിട്ട് സ്പീക്ക് മേക്കൈ സംഘടനയുടെ എന്താ പരിപാടി? അതിപ്പോൾ എങ്ങനെ വെച്ചാൽ സംഘടനയുടെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഉള്ള കാര്യങ്ങൾ വേണ്ടി വന്നില്ല. കാരണം എന്നെ ഏൽപ്പിച്ചത് നമ്മുടെ രാമകുട്ടി നായരാശാൻ്റെ മകൻ അപ്പൂട്ടൻ. അയാൾക്കാണ് കൂടുതൽ ചുമതല. അതിൽ കുട്ടനാശാൻ മെയിൻ ആക്റ്റാണ്, വേഷം അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ ഒപ്പമുള്ള മധു, അങ്ങനെ ഒരു 3-4 വേഷക്കാരൻ. അതിപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് കോളേജിൽ, സ്കൂളിൽ നമുക്ക് കഥകളി പ്രചാരണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഡോമാക്ടേഷൻ ഉണ്ടാവും, അതിൽ കുട്ടനാശാൻ്റെ ഉണ്ടാവും, പിന്നെ കുട്ടീഷ്ണൻ, അങ്ങനെ മധു, അങ്ങനെ 3-4 പേരുണ്ടായിരുന്നു. അവരൊക്കെ ചിലപ്പോൾ ഒരു കഥ തന്നെയാവും, ചിലപ്പോൾ ഒരു വ്യത്യാസം വരും. അതിന് നമ്മൾ പങ്കെടുക്കുക, അത് ആസ്വദിക്കാൻ കുറേ പേര് അന്ന് ആദ്യം കഥ പറയലുണ്ടല്ലോ, ഹിന്ദിയിലൊക്കെയാണ് അവിടെ വെച്ച് പറയാറ് പതിവ്. അപ്പോൾ അവർക്ക് കഥ മനസ്സിലായതിന് ശേഷം നല്ലൊരു അനുഭവമായിരുന്നു. നല്ല കയ്യടി മനസ്സിലായിട്ടോ അല്ലെങ്കിൽ എന്തായാലും ആസ്വാദനമായിരുന്നു. അങ്ങനെ അപ്പൂട്ടൻ്റെ കൂടെ പോയിട്ടുണ്ട്. സദനം ബാലകൃഷ്ണൻ ഏട്ടല്ലേ, അങ്ങനെയൊക്കെ അങ്ങനെ 2 കൊല്ലം അങ്ങനെ പോയി. അതിനുശേഷം സദനത്തിൽ ഞാൻ ബാലൻ്റെ നമ്മുടെ കലാനിലയം ബാലകൃഷ്ണൻ ഷഷ്ടിപൂർത്തിക്ക് പോയപ്പോൾ കലാമണ്ഡലം ഉണ്ണീഷൻ ബാലസുന്ദരനെ വിട്ടിട്ട് ഇങ്ങനെ കലാനിലയത്തിൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണതിന് വരാൻ പറ്റുമെന്ന് ഉണ്ണീഷൻ ആശ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ട് ബാലസുന്ദരൻ എന്നോട് ചോദിച്ചു. കലാമണ്ഡലത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ. അങ്ങനെ അതിനെന്താ, ഞാൻ അധ്യാപകനായിരുന്നല്ലോ, ഇനിയിപ്പോൾ എവിടെയായാലും കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ എനിക്ക് ഉണ്ണീഷൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ട് ഉണ്ണീഷനാണ് എന്നെ അവിടെ ടെമ്പററി അധ്യാപകനായിട്ട്. അങ്ങനെ 2-3 കൊല്ലം ഉണ്ണീഷൻ്റെ ഏർപ്പാടിൽ. അതിനുശേഷം പിന്നെ ബാലസുന്ദരനായി HOD ചന്ദ്ര. പിന്നെ അയാൾ അങ്ങനെ 6 വർഷം അവിടെ കുട്ടികളെ, അതിപ്പോൾ അവിടുന്ന് ഒരു നിർദ്ദേശം ഉണ്ടാവും എന്നൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് സിലബസ്. അത് പ്രകാരം ഞാൻ പഠിപ്പിക്കണ്ടായി. ആദ്യം ചെറിയ കുട്ടികൾക്കായിരുന്നു ക്ലാസ്, പിന്നെ ഡിഗ്രിക്കാർക്ക്, പിന്നെ MA അവിടെ ക്ലാസ്സിന് ആർക്കെങ്കിലും ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ ലീവാണെങ്കിൽ എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ അവർക്കും ക്ലാസ് എടുത്തായിരുന്നു. അങ്ങനെ ചെറിയ കുട്ടികൾക്കും ഇടത്തരക്കാർക്കും വലിയ കുട്ടികൾക്കും എല്ലാവർക്കും നമുക്ക് ക്ലാസ് എടുക്കാൻ വെച്ചാൽ അത് കാരണം ഇത്രയും കൊല്ലത്തെ സർവീസ് ഉണ്ടല്ലോ കലാനിലയത്തിൽ, അങ്ങനെ സാധിച്ചു. അങ്ങനെ ഞാൻ കലാനിലയത്തിൽ പഠിക്കാൻ പോകുമ്പോഴും ഇങ്ങോട്ട് പോരുമ്പോഴും കലാമണ്ഡലത്തിന് മുമ്പ് കൂടിയേ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, ഇത്രയൊക്കെ അകലെ പോയിട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, ഈ ഒരു വലിയ സ്ഥാപനത്തിന് മുമ്പ് കൂടെ അല്ലേ ഞാൻ ഇങ്ങോട്ടൊക്കെ പോരണേ. എന്തോ ഒക്കെ ദൈവനിശ്ചയം എന്ന് പറയുന്നത് ആ ഒരു ഖേദം എനിക്ക് ഈ 6 വർഷം. അതെ, അതിന് മുഖ്യ കാരണം കലാമണ്ഡലം ഉണ്ണീഷൻ അച്ചണ്ട. അവിടുത്തെ കുഞ്ഞിൻ്റെ കലാനിലയത്തിന് അനവധികാലം അധ്യാപകനായിരുന്നല്ലോ. കലാമണ്ഡലത്തിൽ ഇപ്പോൾ 6 വർഷം ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ 2 സ്ഥാപനത്തിലും കുട്ടികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ എങ്ങനെ അതിൻ്റെ വ്യത്യാസം അനുഭവപ്പെട്ടിരുന്നു? വലിയ വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കലാമണ്ഡലത്തിലാണിച്ചപ്പോൾ
എന്തുവാ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു സിലബസ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കലാനിലയത്തിൽ ആദ്യം അതുണ്ടായിരുന്നില്ല, സിലബസ് ഇല്ല. പിന്നെ അവിടെ ഞാൻ പഠിക്കുന്ന കാലത്തോ ഞാൻ അധ്യാപകൻ ഞാൻ പോരുന്നതിന് മുമ്പ് മാത്രമേ പരീക്ഷാ കാര്യങ്ങളും അതിൻ്റെ ചിട്ടപ്രകാരമുള്ള നിയമപ്രകാരമുള്ള പരീക്ഷകളും. കലാമണ്ഡലത്തിൽ അതല്ലായിരുന്നു. ഇന്നെ പഠിപ്പിക്കുക എന്നുള്ളൊരു നമുക്കൊരു ചാർട്ട് തരും, അതാണ് നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ അത് ചെറിയ ഏത് വിദ്യാർത്ഥി ഏത് കൊല്ലം ഏത് വിദ്യാർത്ഥിയാണെന്ന് വെച്ചാൽ അത് പ്രകാരമാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സീനിയർ വിദ്യാർത്ഥികളും ചെറിയ കുട്ടികളാണെന്ന് വെച്ചാലും എനിക്ക് അത് നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിച്ചു. അത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്ത് അതിലേറെ സന്തോഷം. അവരിപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ സമീപനം പഠിപ്പിക്കണതിൻ്റെ ആ ഒരു സമ്പ്രദായം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതിൽ ഞാൻ വലിയ സന്തോഷവാനാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കിപ്പോൾ ഷഷ്ടി പൂർത്തിയായ കോഴ്സിൻ്റെ പാരിതോഷികങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതല്ലാണ്ട് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്? അല്ലാതെ ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. ഓർമ്മയിലുള്ളത് പറഞ്ഞു. ഓർമ്മ ഒന്ന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ചാലക്കുടി കഥകളി ക്ലബ്ബ്, ചാലക്കുടി നമ്പീശനാശാൻ നാരായണ നമ്പീശൻ അദ്ദേഹത്തിൻ്റെ പേരിൽ, അവിടെ നിന്നാണ് എനിക്ക് കഥകളി ക്ലബ്ബിൻ്റെ ആദ്യം സുവർണ്ണമുദ്ര കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ ഒരു കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ട് ഒരാളുണ്ട്, കഥകളിയുടെ ഒരു ആസ്വാദകനാണ്, സംഘാടകനാണ്. അയാളുടെ പേരിൽ തിരുവമ്പാടി കൃഷ്ണൻകുട്ടി എന്നാണ് പറയുക, പലർക്ക് അയാളുടെ പേരിൽ കിട്ടിയിട്ടുണ്ട്. അയാളുടെ പേരിൽ ഇങ്ങനെ സ്വർണ്ണ മുദ്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിങ്ങാലക്കുട കഥകളി ക്ലബ്ബ്, പിന്നെ ഇപ്പോൾ അങ്ങനെ നിവാപം രാമകൃഷ്ണൻ്റെ പേരിൽ, പിന്നെ കൃഷ്ണകുടി വളാശാൻ്റെ പേരിലുള്ള അവാർഡ്, കലാസാഗർ, പിന്നെയും ഇങ്ങനെ കലാമുള്ള അവാർഡ്, ഇപ്പോഴത്തെ ഈ ഗുരുപൂജ അവാർഡ് തൃശ്ശൂർ കമ്മിറ്റിൻ്റെ അക്കാഡമിയുടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നോക്കണം, എന്നാലേ ഇപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത്. അങ്ങനെ അവാർഡുകൾ കുറേ. പിന്നെ ഡൽഹിയിലുള്ള പഞ്ചവാദ്യ ട്രസ്റ്റ് കുഞ്ഞിരാമൻ്റെ അവിടുന്ന് അവാർഡ്. ഇനിയിപ്പോൾ ഏതാ മറന്നതെന്ന് അറിഞ്ഞൂടാ, ഒന്ന് ചോദിക്കണേ കൊണ്ട് കുഴപ്പമുണ്ടോ സംശയം തീർക്കാൻ? ഇപ്പോൾ കുഞ്ഞുനേട്ടാ, നമ്മൾ കഥകളിയിൽ പച്ച, കത്തി, താടി, മിനുക്ക്, അങ്ങനെ പല സെക്ഷൻ ഉണ്ടല്ലോ. അതിൽ ഏത് തരം വേഷങ്ങൾ ഒക്കെ കൊട്ടാനാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ഏത് നടൻ്റെ വേഷത്തിന് കൊട്ടാനാണ് കൂടുതൽ താല്പര്യം? നമ്മൾ സ്വതവേ അതൊക്കെ പറയുമ്പോൾ ഈ പല നടന്മാരും ആശാന്മാർ അവരൊക്കെ മരിച്ചു പോയി. പിന്നെന്താ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറയാൻ, ഇപ്പോൾ ചിലർ നമ്മൾ പേര് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഒരു ഇത് വരാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പലരും എൻ്റെ നോട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ആശാന്മാർ പലരും മൺമറിഞ്ഞു പോയി. ഇനിയിപ്പോൾ പിന്നെ ജീവിച്ചിരിക്കുന്നതെന്ന് പറയാമെന്ന് ഇപ്പോൾ ചെറുപ്പക്കാരാണ്. ആദ്യം ഇപ്പോൾ ഗോപിയാശാൻ, സദനകൃഷ്ണകുട്ടിയേട്ടൻ, അങ്ങനെ ചിലരൊക്കെ ഉണ്ട്. അവരൊക്കെ വേഷത്തിന് ധാരാളം കുട്ടിയിട്ടുണ്ട്. അപ്പോൾ സദനകൃഷ്ണകുട്ടിയേട്ടൻ, പിന്നെ കുട്ടനാശാൻ, ചന്ദ്രശേഖര വാര്യർ, അങ്ങനെ രാമകുട്ടിയ, അവരൊക്കെ വേഷത്തിന് കുട്ടി പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഗോപിയാശാൻ്റെ വേഷത്തിന് കുറേ കാലം ഞാൻ കുട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഈ ചില പുതുമകളും അദ്ദേഹത്തിൻ്റെതായുള്ള വഴികളൊക്കെ പ്രയോഗിക്കുന്നത് നമ്മൾക്ക് അറിയില്ലല്ലോ. ഞാൻ കലാനിലയത്തിലെ അധ്യാപകനും അദ്ദേഹം കലാമണ്ഡലത്തിലെ അധ്യാപകനാണ്. അപ്പോൾ എപ്പോഴെങ്കിലാണ് അദ്ദേഹത്തിൻ്റെ വേഷത്തിന് നമ്മൾക്ക് ഒന്ന് കൂടാൻ പറ്റും. ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതിപ്പോൾ അദ്ദേഹത്തിന് ലേശം വിഷമായിട്ട് വരും. അപ്പോൾ ഞാൻ തന്നെ സ്വയം അത് ഞാനല്ല ഭേദം, സ്ഥിരം കൊട്ടുന്ന ആൾക്കാർ തന്നെയാണ് നല്ല വെച്ചിട്ട് ഞാനതൊന്ന് ലേശം പിൻവാങ്ങി. അദ്ദേഹത്തിൻ്റെ പച്ചവേഷം ബാക്കി എല്ലാ കാര്യങ്ങളും അത് കേമം തന്നെയാണ്. ഞാൻ നല്ല ആരും അംഗീകരിക്കുന്നതാണല്ലോ. അദ്ദേഹത്തിന് വേഷം കുറേ കൊട്ടാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ കൊട്ടുമ്പോൾ. പിന്നെ അദ്ദേഹം ഈ പുതുമകളും പല വെറൈറ്റികളും വരുത്തുന്ന ആളാണല്ലോ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാനായ കണ്ട് കുട്ടി പരിചയമില്ലാത്തതിൻ്റെ പേരിൽ ലേശം, അപ്പോൾ ഞാൻ തന്നെ അത് ലേശം പിൻവാങ്ങിയത്. പിന്നെ ചന്ദ്രശേഖര വാര്യർ, സദനകൃഷ്ണകുട്ടിയേട്ടൻ, കുട്ടനാശാൻ, അങ്ങനെ ബാക്കിയുള്ള ആശാന്മാരൊക്കെ വേഷത്തിന് വളരെ നന്നായിട്ട് കൊട്ടാൻ സാധിച്ചിട്ടുണ്ട് ഒരുവിധം. അതെ, ഇതിലിപ്പോൾ ഇവരുടെ വേഷം ഈ മേളം കൈകാര്യം ചെയ്യാൻ കൂടുതൽ നമുക്ക് ഏറ്റവും സൗകര്യം അല്ലെങ്കിൽ സുഖം, അതാണ് ഉദ്ദേശം. സുഖം വെച്ചാൽ അത് രാമകുട്ടിയാശാൻ്റെ വേഷത്തിന് അത് നമ്മൾ ഇന്ന് എന്താണോ കുട്ടി വെച്ചാൽ നാളെ ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ചെയ്യേണ്ടു. അത് എന്താണെന്ന് മനസ്സിലാവണമെന്നേ ഉള്ളൂ. അതിപ്പോൾ നമ്മളുടെ കഴിവുകേടാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിവുകേട് തന്നെയാണ്. അദ്ദേഹത്തിന് അതിൽ ചെയ്യുന്നതിന് മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വേഷത്തിന് വളരെ നന്നായിട്ടും കുട്ടിയുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ലേശം അദ്ദേഹത്തിനുള്ള ഭയം കൊണ്ടോ ഇനിയിപ്പോൾ എന്താ അടുത്ത് എന്താ കാണിക്കുക എന്നുള്ളത്, അതിപ്പോൾ നമ്മളിങ്ങനെ കുട്ടി അദ്ദേഹത്തിന് പിടിക്കാതെ വരുമോ എന്നൊക്കെ ഒരു തോന്നലുകൊണ്ട് നമുക്കൊരു ലേശം, പക്ഷേ നന്നായിട്ടും ചെയ്തിട്ടുണ്ട്.
ബാക്കിയുള്ള സദനകൃഷ്ണകുട്ടിയേട്ടൻ, ചന്ദ്രശേഖര അവർ അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ കൊട്ടാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കും വളരെയധികം തൃപ്തിയായിരുന്നു. ഇനി വിദേശ യാത്രകൾ? വിദേശ യാത്ര ഞാൻ ഇറ്റലിയിൽ പോയിട്ടുണ്ട്, പിന്നെ ദുബായ്, അങ്ങനെ 2 സ്ഥലത്ത്. ഈ ദുബായ് തെരനോട്ടം അതന്നെ, മറ്റേ ജോണിൻ്റെ. ദുബായിൽ അങ്ങനെ 2 സ്ഥലത്ത് പോയിട്ടുണ്ട്. ബാക്കി ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കഥകളിക്ക് ധാരാളം പങ്കെടുത്തുണ്ട്. കുഞ്ഞുണ്ണേട്ടാ പറയൂ. ഇറ്റലിയിലും ദുബായിലും ഒക്കെ പോയി എന്ന് പറഞ്ഞുല്ലോ, അവിടുത്തെ അരങ്ങനുഭവവും അതുപോലെ ആസ്വാദകരുടെ ഇടപഴകലും നമ്മുടെ നാട്ടിലുള്ള പ്രോഗ്രാമിൻ്റെ അവതരണമായിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ഇറ്റലിയിലെ കഥകളി ആസ്വാദനം എന്ന് പറഞ്ഞാൽ അത് ഇറ്റലിക്കാരാണ്, അല്ല വേറെ മലയാളികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ കുറച്ച് പേര് മലയാളികൾ ഉണ്ടായിരുന്നുള്ളൂ. അത് ജോണിൻ്റെ ഏർപ്പാടിലാണ് ഞാൻ അവിടെ പോയത്. അവിടെ സ്കൂള് കോളേജിലൊക്കെ കഥകളി അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് സമയം കണക്കാക്കിയിട്ടാണ്. ഇവിടുത്തെ പോലെ നമ്മൾക്ക് ഇഷ്ടം പോലെ കളിക്കാനോ വിളിച്ചാവുന്നവരോ കഴിവില്ല. എത്ര മണിക്കൂറെന്ന് പറഞ്ഞാൽ ആ കഥ അതിൽ ഒതുങ്ങിയിരിക്കണം, ഓരോ രംഗവും. അപ്പോൾ സദനകൃഷ്ണകുട്ടിയേട്ടൻ പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മെയിൻ അദ്ദേഹമായിരുന്നു. അങ്ങനെ കല്യാണ സുഗന്ധിയും പിന്നെ കീചകവധം, കിരാതം അങ്ങനെയുള്ള കഥകളായിരുന്നു അന്ന് അവതരിപ്പിച്ചിരുന്നു. അത് ഒരു 10-14 എത്ര അരങ്ങുണ്ടായിരുന്നു. അത് നല്ല അനുഭവമായിരുന്നു. അന്ന് ആസ്വാദകർ ഇപ്പോൾ മലയാളികളല്ലെങ്കിലും നേരത്തെ അവർക്ക് ഈ കഥാവിവരണം കൊടുക്കുക, കാരണം അവർക്കത് ആസ്വദിക്കാൻ. അതെ, അത് കഥകളി കഴിഞ്ഞിട്ട് പലരും നമ്മളെ വന്ന് നന്നായി എന്നുള്ള അവരുടെ ഭാഷയിലൊക്കെ അനുഭവിക്കുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ ദുബായിലെന്ന് പറയുമ്പോൾ ഇവിടെ മലയാളി അസോസിയേഷൻ്റെ കളിയായിരുന്നു അവിടെ. അതെ, അത് മുഴുവൻ മലയാളികളാണ്. അപ്പോൾ അവർ അത് എത്രയോ മണിക്കൂറോളം ഉണ്ട്. അത് ഇവിടുത്തെ ചിട്ടപ്രധാനമുള്ള കഥകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ മെയിനായിട്ട് തന്നെ എനിക്ക് പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ചന്ദ്രശേഖര വാര്യർ, സദനകൃഷ്ണകുട്ടിയേട്ടൻ തുടങ്ങിയിട്ടുള്ള കലാകാരന്മാർ, അങ്ങനെ ബാലൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഇത് അടുത്ത കാലത്തെങ്ങാനും കിട്ടിയ പുരസ്കാരമാണോ? ഇത് തൃപ്പലമണ്ട ശിവക്ഷേത്രം ഉണ്ടല്ലോ, അത് കുഞ്ഞുണ്ണിപ്പണിക്കർ എന്ന് പറഞ്ഞ ഒരു വേഷം അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ കമ്മിറ്റിക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് തരാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പോൾ നടരാജനൊക്കെ അതിലൊരു സപ്പോർട്ടുണ്ട്, അയാളെ കമ്മിറ്റിയിൽപ്പെട്ട ആളാണ്. അവാർഡ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് വാഹനത്തിൽ കൊണ്ടുപോയി അവാർഡ് തന്ന് തിരിച്ചിവിടെ കഥകളിക്കും പങ്കെടുത്തു. അങ്ങനെ അതൊരു ഭാഗ്യമായി. അതിൻ്റെ അവാർഡാണ് ഈ കാണുന്നത്. നന്നായി. പിന്നെ ഇനി നമ്മൾ കുഞ്ചുണ്ണിയുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇനി വേണ്ടത്. കുടുംബം എന്ന് പറഞ്ഞാൽ കുഞ്ഞലക്ഷ്മി ഭാര്യയുടെ പേര്. പിന്നെ 2 പെൺമക്കളാണ്. ഒന്ന് 2 പെൺകുട്ടികളാണ്. മൂത്ത മകള് ധന്യ, രണ്ടാമത്തെ മകള് ദിവ്യ. കുട്ടികൾക്ക് കലാപരമായിട്ടുള്ള അത് 2 പേർക്കും ഉണ്ട്. പക്ഷെ മൂത്ത കുട്ടിക്കായിരുന്നു അധികം. മൂത്ത കുട്ടി ആദ്യം കുറച്ച് കഥകളി പഠിച്ചു. പിന്നെ ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന ഹരിദാസൻ്റെ അടുത്തുനിന്ന് ഡാൻസ്, ഭരതനാട്യം, പിന്നെ കലാമണ്ഡലം ഉഷ, കുട്ടനാശാൻ്റെ മകളുടെ അടുത്തുനിന്ന് ഭരതനാട്യം ഒക്കെ പഠിക്കേണ്ടായി. പിന്നെ അവൾ കല്യാണം കഴിച്ച് പൂനെയിലായിരുന്നു ഭർത്താവിന് ജോലി. അപ്പോൾ അവിടെ ചെന്നിട്ട് അവൾ സംസ്കൃതം പഠിക്കാൻ വേണ്ടി അവിടെ പൂനെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അപ്പോൾ അവിടെ ആ കോളേജിൽ എങ്ങനെ വെച്ചാൽ കലകളും കൂടി പഠിക്കണം. അപ്പോൾ കഥക്കും അങ്ങനെ എന്തൊക്കെ ചില അവിടുത്തെ കലാപരമായിട്ടുള്ള പഠനം ഉണ്ടല്ലോ. നമുക്ക് ഭരതനാട്യമാണ്, അവർക്ക് ചിലപ്പോൾ കഥക്കാവാം. അതൊക്കെ അവിടുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലുണ്ട്. അവിടുന്ന് അയാൾക്ക് ജോലി മാറ്റായപ്പോൾ മകൾ ഇങ്ങോട്ട് പോന്നു. അവളിപ്പോൾ നാട്ടിൽ താമസിക്കുന്നു. ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിൽ അധ്യാപികയായിട്ട് കയറി. ഡാൻസിന്റെ സംസ്കൃതം അധ്യാപിക. കലാപരമായത് ഇപ്പോഴും കൊണ്ട് നടക്കാൻ അധികം സമയം കിട്ടാറില്ല. വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സംസ്കൃതം ടീച്ചറാണ്. നല്ല കാര്യം അറിയാൻ. പിന്നെ രണ്ടാമത്തെ മകളും കുറച്ചൊക്കെ പഠിക്കാനുണ്ടായിട്ടുണ്ട്. അവള് തിരുവല്ലാമല നെഹ്റു കോളേജിൽ ലെക്ചറായിട്ട് പോകുന്നുണ്ട്. ശരി. അങ്ങനെ അവർ 2 പേരും. ഇപ്പോൾ ഇവിടെ ഞാനും ഭാര്യനെ ഉള്ളൂ. കുഞ്ഞലക്ഷ്മി എന്നാണ് ഭാര്യയുടെ പേര്. ഇപ്പം ഈ സ്വസ്ഥ ജീവിതത്തിൽ കഥകളി അരങ്ങുകൾ സജീവമായിട്ട് പങ്കെടുക്കണില്ലേ? സജീവമായിട്ട് വെച്ചാൽ മുമ്പത്തെ പോലെ അത്ര ഇല്ല. പിന്നെ എനിക്ക് ചെറിയൊരു
അസുഖമൊക്കെ ബാധിക്കാനുണ്ടായി, 2 ബ്ലോക്കൊക്കെ വന്ന് അതിൻ്റെ ലേശം വിശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എല്ലാവർക്കും ഉള്ളതാണ്. അതെ. അപ്പോൾ പിന്നെ അതിന് ശേഷം കഥകളി കുറച്ച് കുറയുണ്ടായി. എനിക്ക് കഥകളിക്ക് പങ്കെടുക്കാൻ യാതൊരു വിഷമമില്ല, ഡോക്ടർ കൊട്ടാൻ പാടില്ല എന്നോ കാര്യങ്ങളോ പറഞ്ഞില്ല. പക്ഷേ കഥകളി ആസ്വാദകന്മാർക്കോ അല്ലെങ്കിൽ കഥകളിയിൽ ഉൾക്കൊള്ളുന്ന കലാകാരന്മാർക്കോ എന്തോ ഒരു ഭയം എന്നെ വിളിക്കാൻ, അത്രയേ ഉള്ളൂ. എനിക്ക് കൊട്ടാനോ കഥകളിക്ക് പങ്കെടുക്കാനോ ഇനിയിപ്പോൾ മറവി പറ്റിയേ മുമ്പത്തെ മാതിരി കൊട്ടാൻ പറ്റായി അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിന് ശേഷം ഞാൻ പല കളിക്കും പങ്കെടുത്തു. പിന്നെ സ്പിക്മയൊക്കെ പരിപാടിക്കും പലതിനും പോകേണ്ടായിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് ഒട്ടനെയൊന്നും യാതൊരു. അപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഡൽഹിയിലും ഡെറാഡൂൺ അങ്ങനെ അവിടെയൊക്കെ 2.5 മണിക്കൂറാണ് പതിവ്. രാവിലെ 2:30 വൈകുന്നേരം 2:30. അതിന് കൊട്ടാനൊന്നും വിഷമല്ല. പക്ഷേ എന്തോ എനിക്ക് വിഷമല്ല, പക്ഷേ ജനങ്ങൾക്കൊരെന്തോ ഒരു തെറ്റിദ്ധാരണ അത്രയേ ഉള്ളൂ. അതിപ്പോൾ എനിക്ക് വിഷമല്ല. എൻ്റെ ശിഷ്യന്മാരും ഇനി വളർന്നു വരുന്ന തലമുറയാണ് ഇപ്പോൾ കൂടുതൽ കളിക്ക് പങ്കെടുക്കുക. അത് വേണമല്ലോ, അങ്ങനെയാണല്ലോ അതിൻ്റെ വേണ്ടത്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ വിളിച്ചാൽ പോകാൻ യാതൊരു തടസ്സവും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറും പറഞ്ഞിട്ടില്ല കഥകളിക്ക് കൊട്ടാൻ പാടില്ല എന്നോ. പിന്നെ വേറൊരു കാര്യം, മുമ്പത്തെമാതിരി പുലരും വരെയുള്ള കളിയില്ലാത്തതുകൊണ്ട് ഉള്ളൊരു വിഷയം ഉണ്ടാവും. 2-3 മണിക്കൂറിൻ്റെ കളിയാണ്. അപ്പോൾ അതിൽ വളരെ കുറച്ച് ആൾക്കാർ പങ്കെടുക്കുന്നു. പിന്നെ അതല്ല, ഞാൻ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ആശാന്മാരൊന്നും ഇല്ലല്ലോ ഒന്ന്. ഇന്നിപ്പോൾ എൻ്റെ ശിഷ്യന്മാരെക്കാട്ടിലും 1-2 വയസ്സ് കൂടുതൽ പ്രായം കൂടുതലുള്ള നടന്മാരാണെന്നിപ്പോൾ അധികം. അല്ല ഇവിടെ അധികം കഥകളിക്ക്. മറ്റേ സദന കൃഷ്ണകുട്ടിയേട്ടൻ അതിനും പിന്നെ ഗോപേശപ്പോൾ അല്ല മുമ്പത്തെ അത്ര തന്നെ ഇല്ല. അപ്പോൾ അത്രയ്ക്കുള്ള ബാക്കിയുള്ളവരൊക്കെ അതിന് താഴെയാണല്ലോ. അപ്പോൾ എൻ്റെ ശിഷ്യന്മാരും ഇവർക്കുള്ള നടന്മാരും തമ്മിൽ വലിയ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അവരെ വേഷത്തിന് കൂട്ടാൻ ഇവരായ നന്നെന്ന് അവർക്കൊരു തോന്നലുണ്ടാവാം. അതിൽ നമുക്കത് സന്തോഷമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, കുഞ്ചുണ്ണേട്ടനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണെന്നുള്ളത് എനിക്കറിയാം. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വക്കാലക്കാവ് ഭഗവതി ക്ഷേത്രം, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വളരെ പ്രയത്നിച്ച ഒരാളാണ്. ആ ക്ഷേത്രമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അത് ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു എന്താ പറയുക, അവിടെ ആരും അധികം പോകാറൊന്നുമില്ല. ഒരു ദുർഗാക്ഷേത്രം, വനദുർഗയെന്നോ നനദുർഗ ഏതോ വനദുർഗയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം ആരും പോകാത്ത ക്ഷേത്രമല്ലേ. ഞാൻ ഈ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിൽ തൊഴുത് ശീലമായിട്ട് ഇവിടെ വന്നിട്ട് എങ്ങോട്ടും പോകാനും പറ്റില്ല, ആരും തൊഴാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് കുന്ന് കയറി പോയിട്ട് അവിടെ തൊഴുത് പോരും. അപ്പോൾ ഒരു പ്രാവശ്യം ചോദിപ്പോൾ ഇപ്രാവശ്യം കഥകളി കാർത്തികൾക്ക് ഒന്നും ഉണ്ടായില്ല പറഞ്ഞു. അപ്പോൾ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ കാലം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അടുത്തുള്ള ഒരു കേളിയെങ്കിലും എൻ്റെ വകയായിട്ട്. എന്നൊരു ആനമങ്ങാട് ഒരു രാമനുണ്ണി മൂസുണ്ട്, അയാളവിടെ പഠിക്കണ കാലം. അപ്പോൾ അയാളെ കൊണ്ടുവന്ന് താളത്തിന് വേറെ ബാലൻ വേഷം അയാൾ സഹകരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒരു കേളി കുട്ടി അവിടെ. അതിൻ്റെ പിറ്റേ കൊല്ലം കേളിയും ഒരു തായമ്പക ദാമോദരാശാൻ്റെ തായമ്പക എൻ്റെ കേളിയൊക്കെ ആയിട്ട്. 3ാമത്തെ കൊല്ലം കുചേലവൃത്തം നാണുവാശാൻ്റെ കുചേലൻ, ബാലൻ്റെ കൃഷ്ണൻ, പടിഞ്ഞാറ്റിയ നാരായണൻകുട്ടി നായരുടെ മകളുള്ളൊരു രുക്മിണിയൊക്കെ ആയിട്ട്. രുക്മിണി. അതിന് ശേഷം പിന്നെ ഒരു കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് ഞാൻ ഗോപാലൻകുട്ടി നായർ, പിഷാരടി രാമകൃഷ്ണൻ നായർ ആയിട്ട് ഒരു കമ്മിറ്റിയായിട്ട് കഥകളി. അതിന് പിരിവിന് പോയ 2 രൂപ 1 രൂപയൊക്കെയാണ് അന്ന് കിട്ടുക. ഉത്തരദിഗാവിൻ്റെ അതുവരെയൊക്കെ പോകണം, കുറുവട്ടൂരും കഴിഞ്ഞ്. അപ്പം അങ്ങനെ കഥകളിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഈ നടത്തം, പിരിവ്, ചുമതല, കൊട്ടല്. ഞാൻ ഇവിടെ കഥകളി തുടങ്ങിയ കാലം മുതൽക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ അറിയാം. അല്ല, ഞാനും ഇതുവരെ മുടക്കം വന്നില്ല എനിക്ക് അവിടുത്തെ കളിക്ക് എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഏതെങ്കിലും കൊല്ലം മുടങ്ങിയിട്ടുണ്ടോ എന്ന് ഓർമ്മ കിട്ടണില്ല. കഥകളി ഇല്ലാത്ത കൊല്ലം പങ്കെടുത്തിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അവിടേക്ക് വേണ്ടിയിട്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ കുഞ്ചുണ്ണേട്ടൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അച്ഛനെ സഹായിച്ചു കുറച്ചു കാലം. അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തന്നെ ചെണ്ടയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു. കലാനിലയത്തിൽ ഉപരിപഠനം അടക്കം 8 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്ന് കുറച്ചു കാലം വെറുതെ ഇരുന്നു. അത് കഴിഞ്ഞ് പഠിച്ച സ്ഥാപനത്തിൽ തന്നെ പ്രധാന അധ്യാപകനായി, സ്ഥിരാധ്യാപകനായിട്ട് നിയമനം ലഭിച്ചു. അവിടുന്ന് ധാരാളം സഹപ്രവർത്തകരും ആശാന്മാരും ശിഷ്യന്മാരും ആസ്വാദകരും ഒക്കെ ഉണ്ടായി. മാഷല്ല അനവധി പുരസ്കാരങ്ങൾ നേടി, അനവധി യാത്രകൾ ചെയ്തു. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് വിദേശത്തും ധാരാളം പരിപാടികൾ അവതരിപ്പിക്കാൻ സാധിച്ചു. പിന്നീട് ഒരു കുടുംബം, ഭദ്രമായിട്ടൊരു കുടുംബം കെട്ടിപ്പടുത്തു.
മാത്രമല്ല നാട്ടിലും സാമൂഹ്യ സേവനമായിട്ട് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും ഒക്കെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ സാധിച്ചു. പിന്നെ കലാമണ്ഡലത്തിൽ പിരിഞ്ഞതിന് ശേഷം ജോലി ചെയ്യാൻ സാധിച്ചു. അനവധി ശിഷ്യസമ്പത്തുകൾ നേടി. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെ ചെയ്തതൊക്കെ വളരെ സഫലമായി എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഈ നാട്ടുമ്പുറത്തുള്ള ഒരു ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഒരു ചെണ്ട കലാകാരനാവും എന്ന് നമുക്ക് യാതൊരു ഇതുണ്ടായിരുന്നു. മോഹം ഉണ്ടായിരുന്നു ചെണ്ട പഠിക്കാൻ. അങ്ങനെ അപ്പോൾ ഓരോന്നും വഴിക്ക് ഇങ്ങനെ ഭഗവാൻ അത് എന്നെ ഇങ്ങനെ കൊണ്ടെത്തിക്കുകയായത്. ആദ്യം ബാലപാഠം പഠിച്ചു, പിന്നെ കലാനിലയത്തിൽ കലാമണ്ഡല അപ്പുമാരാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാൻ പറ്റി. പിന്നെ കൃഷ്ണോഡിയോ ചാനലിൽ നിന്ന് കുറേ ഉപദേശങ്ങൾ ചെണ്ട, അങ്ങനെ കുറേ ആശാന്മാരെ വേഷത്തിന് കൊട്ടാനും ഈ ചെണ്ടയിലത്തെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആശാന്മാരെ കൂടെ കൊട്ടാനും അങ്ങനെ അനവധി അരങ്ങത്ത് കൊട്ടാനുള്ള ഭാഗ്യമുണ്ടായി. വിദേശത്ത് പോകാൻ കഥകളിക്ക് അങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലത്തും കഥകളി അവതരിപ്പിക്കാനുള്ള മേക്കായാലും അല്ലാതെ ബോംബെയിലും പലയിടത്തും കഥകളി ട്രൂപ്പിൻ്റെ ഒപ്പം പോയി. പിന്നെ കുറേ ശിഷ്യന്മാരെ പേരെടുത്ത് എല്ലാവരെയും പറയാൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ഇതും ടോപ്പായിട്ട് നിൽക്കുന്ന ശിഷ്യന്മാർ തന്നെയാണ്. അവർക്ക് വേറെ അധ്യാപകന്മാരുണ്ടെങ്കിൽ കൂടി ഞാൻ പഠിപ്പിച്ച ഇത് എൻ്റെ ശിഷ്യന്മാരെന്ന് എനിക്ക് പറയാമല്ലോ. അങ്ങനെ അവർ ഏറ്റവും ടോപ്പായിട്ട് നല്ല പേരും നല്ല പ്രവൃത്തിയായിട്ട് നിൽക്കുന്ന ശിഷ്യന്മാർ കുറേ ഉണ്ട്. അതിലെനിക്ക് സന്തോഷമാണ്. ഇന്നിപ്പോൾ എവിടെ കളിയുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒരു ശിഷ്യൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് സന്തോഷമാണല്ലോ. ഞാനിപ്പോൾ കഥകളിക്ക് നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ എൻ്റെ പ്രായക്കാരല്ല ഇന്നിപ്പോൾ അധികം വേഷത്തിനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ എൻ്റെ ശിഷ്യന്മാരാണ് ഇന്നിപ്പോൾ അവരെ വേഷത്തിനൊക്കെ കൊട്ടണമെന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ. പിന്നെ അതിൽ അഭിനയിക്കുന്നവരും അതെ നല്ല നടന്മാർ, നല്ല കഴിവുള്ളവർ, അങ്ങനെ എല്ലാം കൂടി എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല അനുഭവം തന്നെയാണ്. ഒരു കലാകാരന് കിട്ടേണ്ടതായുള്ള പാരിതോഷികങ്ങൾ, പിന്നെ കലാ ആസ്വാദകന്മാരിൽ നിന്നുള്ള സന്തോഷം, ഇതൊക്കെ അനവധി എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഭാര്യയും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകണം. സ്വസ്ഥമായിട്ട് ജീവിക്കും. സ്വസ്ഥമായിട്ട് ആവട്ടെ. ഇത്രയും സമയം നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഈ വലിയ കലാകാരൻ്റെ മറുപടി വളരെയധികം വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സമാപനം ഞാനും കുറിക്കണമല്ലോ. അപ്പം നിങ്ങൾ എൻ്റെ ജീവിതത്തിനെ പറ്റി, എൻ്റെ കലാജീവിതത്തിനെ പറ്റി, കുടുംബജീവിതം, എൻ്റെ കലാജീവിതത്തിനെ പറ്റി അറിയാൻ വേണ്ടി ആണല്ലോ ഇപ്പോൾ ഈ ഇവിടേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ഈ കലാജീവിതത്തിനെ പറ്റി അതിൻ്റെ ഡോക്യുമെൻ്ററി അതായത് പിടിക്കാൻ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാനത് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അത് വേണ്ട മാതിരിയാണോ പറഞ്ഞു ചോദിച്ചാൽ മുഴുവൻ പറയാൻ പറ്റില്ല. അതിൽ അപാകതകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഏറ്റവും പരിചയവും എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയും എൻ്റെ മൂത്ത മകളുടെ ഡാൻസ്, ഭരതനാട്യം അതൊക്കെ പഠിപ്പിച്ച അധ്യാപകനായ എൻ്റെ സുഹൃത്തായ കലാമണ്ഡലം ഉണ്ണേഷ് കുർപ്പാശൻ, ഞാൻ അദ്ദേഹം പാടുന്ന കഥകളിക്ക് എനിക്ക് കുറേ കൊട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ഹരിദാസന് എൻ്റെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് പുതിയ തലമുറ ആയിട്ടുള്ള ചെണ്ടക്കാർ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മളുടെ ഈ കൊട്ടിൻ്റെ കാര്യങ്ങൾ പുതുമ ഏറ്റവും നല്ലതാണ്. ഓരോ കാലത്തിനനുസരിച്ച് പുതുമ അത്യാവശ്യമാണല്ലോ. പക്ഷേ എങ്കിൽ കൂടി അതൊരു ചിട്ടപ്രധാനം വിടാതെ മനോധർമ്മത്തിന് മാത്രം മൂല്യം കൊടുക്കാതെ ചിട്ടപ്രധാനവും വേണം, മനോധർമ്മം വേണം, എല്ലാം വേണം. അതിങ്ങനെ അവർ കൊണ്ടു നടന്ന് നല്ലൊരു നിലയിൽ ഈ കഥകളി ചെണ്ട വിഭാഗം അതിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു ഭാവി, അവർ നല്ലൊരു പേരും പ്രശസ്തിയിലും നമ്മളെ ഈ കഥകളി ചെണ്ട വിഭാഗം എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരോട് എനിക്ക് അതാണ് പറയാനുള്ളത്, മറ്റൊന്നും പറയാനില്ല. സന്തോഷം. നമസ്കാരം.